ഡച്ചുകാരെ തിരുവിതാംകൂർ സൈന്യം തോൽപ്പിച്ച യുദ്ധം ഏതാണ്? ആൻസർ കുളച്ചൽ യുദ്ധം. വാസ്കോ ഡ ഗാമ ആദ്യമായി കേരളത്തിൽ വന്നപ്പോൾ ആവശ്യമായ ചരക്കുകൾ നൽകിയ രാജാവ്? ആൻസർ കോലത്തിരി. ഇന്ത്യയിലെ ഏത് പ്രാദേശിക ഭരണാധികാരി ആയിട്ടാണ് ഡച്ചുകാർ ആദ്യം ഉടമ്പടി ഉണ്ടാക്കിയത്? ആൻസർ സാമൂതിരി. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടൽ മാർഗമെത്തിയ ആദ്യ നാവികൻ? ആൻസർ വാസ്കോ ഡ ഗാമ. ആരാണ് ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് ഗവർണർ? അൽഫോൻസോ ഡി അൽബുക്കർക്ക്. ഏതു കപ്പലാണ് വാസ്കോ ഡ ഗാമ കോഴിക്കോട്ട് എത്തിയത്? ആൻസർ സാവോ ഗബ്രിയേൽ. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കൊച്ചിയിൽ നിന്ന് പുറത്താക്കിയ വർഷം? ആൻസർ 1663. കേരളത്തിൽ കച്ചവടം നടത്താൻ പോർച്ചുഗീസുകാർക്ക് ആദ്യം അനുവാദം കൊടുത്ത രാജാവ്? ആൻസർ കൊച്ചി രാജാവ്. വാസ്കോ ഡ ഗാമ വന്ന സമയം കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം? ആൻസർ നെടിയിരിപ്പ്. ഇന്ത്യയുമായി നാവികമാർഗം വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം? ആൻസർ പോർച്ചുഗൽ. ഏതൊക്കെയാണ് വാസ്കോ ഡ ഗാമയുടെ സംഘത്തിൽ ഉണ്ടായിരുന്ന കപ്പലുകൾ? ആൻസർ. കൊച്ചിയിൽ എത്ര വർഷമാണ് ഡച്ച് ഭരണം ഉണ്ടായിരുന്നത്? ആൻസർ 132. ഏതു നൂറ്റാണ്ടിലാണ് ഇംഗ്ലീഷുകാർ ആദ്യമായി കേരളത്തിൽ എത്തിയത്? ആൻസർ 17-ാം നൂറ്റാണ്ട്. വാസ്കോ ഡ ഗാമ വൈസ്രോയി ആയി കേരളത്തിൽ എത്തിയ വർഷം? ആൻസർ 1524. സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ആദ്യത്തെ ഇംഗ്ലീഷ് കരാർ? ആൻസർ ക്യാപ്റ്റൻ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം? ആൻസർ 1721. ഏത് വർഷമാണ് കേരളത്തിൽ നിന്ന് ഡച്ചുകാർ മുഴുവനായി ഒഴിഞ്ഞുപോയത്? ആൻസർ 1795. വാസ്കോ ഡ ഗാമ മരിച്ച വർഷം? ആൻസർ 1524. ബ്രിട്ടീഷ് മലബാറിന്റെ ആസ്ഥാനമായിരുന്ന പട്ടണം? ആൻസർ കോഴിക്കോട്. ഇംഗ്ലീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ താവളം? ആൻസർ വിഴിഞ്ഞം.